കുറച്ചു കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിക്കുകയാണ് രഞ്ജിനെ കാണണം എന്നുള്ളത്. ഒടുവിൽ ഞാനും ചേട്ടനെ കാണണമെന്ന് വിചാരിക്കാറുണ്ട്. ഒടുവിൽ നാഗേന്ദ്രൻസ് കാണുന്ന സമയത്ത് എൻ്റെ മനസ്സിനകത്ത് ജോൺസൺ മാഷ് അങ്ങ് നിറഞ്ഞു. അപ്പം ഞാൻ രഞ്ജിനെ വിളിക്കണമെന്ന് വിചാരിച്ച പക്ഷെ വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, അത് മതി, കണ്ട് ഇഷ്ടപ്പെട്ടാൽ മതി, കുഴപ്പമില്ല. എനിക്ക് ആ സിനിമയുടെ ഓവറോൾ നിതിൻ രഞ്ജി പണിക്കർ കൺസീവ് ചെയ്ത രീതി തന്നെ പലപ്പോഴും ഇത്തരം ഞാൻ ഏറെ സ്നേഹിച്ച ഒരു ഗ്രാമീണ അന്തരീക്ഷമുള്ള ഒരുപാട് നൊസ്റ്റാൾജിയ തന്നിട്ടുള്ള ഫോക്ക് കലർന്ന പടങ്ങളുടെ ഒരു ഓർമ്മയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാഗേന്ദ്രനെ കാണുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കലി ജോൺസൺ മാഷ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ കണ്ട് ഇഷ്ടപ്പെട്ട പല ടോൺസും റീക്രിയേറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതും ഏകദേശം ആ ഒരു 80s കൾച്ചർ തന്നെ കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ ജോൺസൺ മാഷിൻ്റെ കൂടെ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻസ് പോലും വർക്ക് ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിൽ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻസ് പോലും എൻ്റെ കൂടെ കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നിന്നൊരു സീരീസാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊന്ന് വളരെ സ്പീഡിൽ ഞങ്ങൾ എല്ലാ എപ്പിസോഡ്സും 20 ദിവസത്തിൽ താഴെ എടുത്തിട്ടുണ്ടാവുള്ളൂ ആ സീരീസ് തീർക്കാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇന്നായി ആ ഒരു രീതി ചെയ്ത് തരുന്നൊരു സീരീസാണ് അത്. അടിപൊളി സാധനം. ഗ്രേസ് ആന്റിനെ കാണുന്ന സമയത്ത് ഞാൻ ഗ്രേസിന്റെ മുമ്പിൽ നിന്ന് ചാടി കാണിച്ചു കൊടുത്തു മ്യൂസിക് ഇട്ടിട്ട് സാധനം. അത് ഭയങ്കര രസമല്ലേ? അത് നമുക്ക് കൂടെ ചാടാൻ തോന്നുക എന്ന് പറഞ്ഞാൽ സക്സസ് ആണ്.